ട്രിവാൻഡ്രം വർക്കലയിലുള്ള ശിവഗിരി മഠത്തിൻ്റെ ചിത്രമാണ് പുറകിൽ കാണുന്നത്. ചുറ്റും കാൽപ്പാടുകളോടുകൂടി അഷ്ടഭുജംഗ തൂണുകളാൽ നിർമ്മിച്ച ശിവഗിരി മഠത്തിൻ്റെ അദ്ദേഹം ധ്യാനത്തിലിരുന്ന സമാധിയായ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ധാരാളം പടവുകളോടുകൂടി അതിന് മുകളിലേക്ക് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക. എന്തായാലും എനിക്കിത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. നമ്മൾ കാൽപ്പടവ് കയറി വരുമ്പോൾ ധാരാളം അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ എല്ലാം വാക്കുകൾ ചുമന്ന ബോർഡിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എത്രമാത്രം സമുന്നതമായ ചിന്തകളിൽ കൂടിയായിരുന്നു അന്നത്തെ കാലത്ത്. ആ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എത്രമാത്രം ഉന്നതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം ഈ ഒരു സമാധി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ, ഈ സമാധി ആയത് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരുപാട് നടത്തിയിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. ഗാന്ധിജിയുമായിട്ടുള്ള സന്ദർശനം നടത്തിയതും എല്ലാം ഈ മഠത്തിൽ വെച്ചിട്ടാണ്. പിന്നെ സ്ത്രീകൾക്ക് വായനയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കൂടി നമുക്ക് ആ ആലോചനം ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെങ്കിലും എനിക്കിവിടെ ഒന്ന് സന്ദർശിക്കാനും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും സാധിച്ചതിൽ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. എല്ലാവരും ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ് കേട്ടോ.